56 വർഷങ്ങൾക്ക് ശേഷം സൈനികന്റെ മൃതശരീരം കണ്ടെത്തി. സംഭവം ലഡാക്കിലാണ്. മരിച്ചത് പത്തനംതിട്ട ഇലന്തൂർ ഒഡാലിൽ തോമസ് ചെറിയാനാണ്. മൃതശരീരം കണ്ടെത്തിയെന്ന് സൈന്യം ബന്ധുക്കളെ അറിയിച്ചു. CK അഭിലാൽ വിവരങ്ങളുമായിട്ട്. അഭിലാൽ, 68-ലെ അപകടമാണ്. 98 പേരെ കണ്ടെത്താനുണ്ടായിരുന്നു. 4 പേരെയാണ് പല കാലങ്ങളിലായി കണ്ടെത്തിയത്. ഇപ്പോൾ ഇന്ന് 3 ശരീരങ്ങൾ കൂടി കണ്ടെത്തിയെന്നാണ് വിവരം. അല്ലേ, ഇത് എപ്പോഴാണ് ബന്ധുക്കൾക്ക് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് വിവരം ലഭിച്ചത്? മറ്റ് നടപടികളെക്കുറിച്ച് അറിഞ്ഞോ? 102 പേരുമായി പോയ സൈനിക വിമാനം തകർന്നത് 1968 ഫെബ്രുവരി 7-നായിരുന്നു. ലേ ലഡാക്കിൽ കനത്ത മഞ്ഞുമൂടിയ മേഖലയിൽ അന്നുണ്ടായ അപകടത്തിൽ പെട്ട മുഴുവൻ പേരും മരിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ പലരുടെയും മൃതശരീരം ലഭ്യമായിരുന്നില്ല. ഇന്ന് ആണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബന്ധുക്കൾക്ക് ലഭ്യമായത്. സൈന്യത്തിൽ നിന്നുള്ള വിവരം ആറന്മുള പോലീസ് മുഖേനയാണ് ഇലന്തൂരിൽ ഒഡാലിൽ വീട്ടിലെ ബന്ധുക്കൾക്ക് എത്തിയത്. മരണമടഞ്ഞ അന്ന് മരിക്കുന്ന സമയത്ത് 22 വയസ്സ് മാത്രമായിരുന്നു തോമസ് ചെറിയാന്റെ പ്രായം. സൈനിക സേവനത്തിൽ പ്രവേശിച്ച് 2 വർഷവും ഏതാനും മാസങ്ങളും പൂർത്തിയായ വേളയിൽ സൈനികരുമായി പോയ സൈനിക വിമാനം തകർന്നു വീണാണ് അപകടമുണ്ടായത്. സൈന്യത്തിൽ EME വിഭാഗത്തിലായിരുന്നു അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചിരുന്നത്. എന്തായാലും മറ്റ് 3 പേരുടെ മൃതശരീരങ്ങൾ കൂടി ഇന്ന് നടത്തിയ തെരച്ചിലിൽ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. കനത്ത മഞ്ഞുള്ള പ്രദേശമായതിനാൽ ശരീരത്തിന്റെ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ള സൂചനകളും അനൌദ്യോഗികമായി ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ബന്ധുക്കൾ മൃതശരീരം ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മൃതശരീരം സൈനികരുടെ തന്നെ നേതൃത്വത്തിൽ നാട്ടിൽ എത്തിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ശരി, 1968 ഫെബ്രുവരി 7-നായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആൻറ്റോണോവ് AN-12 എന്ന ഒരു ചരക്ക് ട്രാൻസ്പോർട്ട് വിമാനമായിരുന്നു. അതാണ് അപകടത്തിൽപ്പെട്ടത്. ചണ്ഡീഗഡിൽ നിന്നും ലേയിലെ വിമാനത്താവളത്തിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത്. അന്ന് പലതവണകളായി പർവ്വതാരോഹകരൊക്കെ ഈ തെരച്ചിലിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പല കാലങ്ങളിലായി ഇത്തരത്തിൽ ശരീരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മലയാളി സൈനികരുടെ മൃതദേഹവും കണ്ടെത്തിയെന്നതാണ് വാർത്ത. 56 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്.